ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുറച്ചധികം നാളായില്ലേ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ട്രെൻഡി ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 കളറിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്ലാസ്പ് ഹുക്കും പിന്നെ ഒരു ജംപ് റിംഗ് ആണ്. ബീഡ്സ് നമുക്ക് ഇതുപോലെ സ്ട്രിങ് ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 കളറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് 2 നീഡിലും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന നൈലോൺ ത്രെഡാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാലയൊക്കെ കോർക്കാനായിട്ട് എടുക്കുന്ന പോലെ 2 സൂചിയിലും ഒരേ ലെങ്ത്തിൽ ത്രെഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് 2 ത്രെഡും കൂടി കൂട്ടിയിട്ട് വേണം നോട്ടിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ജംപ് റിംഗ് ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് നോട്ടിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ജംപ് റിംഗ് ഇട്ടിട്ട് ഞാൻ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ത്രെഡും സെപ്പറേറ്റ് ആക്കി വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ ഒരു സൂചിയിൽ 2 സ്ട്രാൻഡും അടുത്ത സൂചിയിൽ 2 സ്ട്രാൻഡായിട്ടാണ് നമ്മുടെ ത്രെഡ് കിടക്കുന്നത്. ഇനി നമ്മൾ ഓരോ സൂചിയിലുള്ള ത്രെഡും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡാക്കി മാറ്റണം. ഇത് നേരത്തെ ഞാൻ നമ്മുടെ നെക്ലസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടത് കൈയിലോ വലത് കൈയിലോ കുറച്ച് ഗ്ലൂ എടുക്കുക. എന്നിട്ട് ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിംഗർ വെച്ച് പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പോയാൽ ആ ഗ്ലൂ മൊത്തം നമ്മളെടുത്ത ത്രെഡിലേക്ക് ആയിക്കോളും. അങ്ങനെ നമ്മൾ എത്ര ലെങ്ത്തിലാണോ ത്രെഡ് എടുത്തേക്കുന്നത് അത്രയും ലെങ്ത്തിൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടുക. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 സൂചിയിലുള്ള ത്രെഡും ഓരോ സ്റ്റാൻഡായിട്ട് മാറിയിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെ ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ബീഡ്സ് ഇട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ 2 സൂചി ഈ രീതിയിൽ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള നീഡിലിൽ ആദ്യം റെഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള നീഡിൽ അതിനുള്ളിൽ കൂടെ പാസ് ചെയ്യുക. പാസ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന നീഡിൽ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക. ലെഫ്റ്റ് ഹാൻഡിലുണ്ടായ നീഡിൽ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ജംപ് റിംഗും ബീഡും കൂടെ ഒന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിലുള്ള നീഡിൽ 2 ബ്ലൂ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ റെഡ് അല്ലേട്ടെ, അപ്പോൾ ഇനി നമ്മൾ ഇടുമ്പോൾ 2 ബ്ലൂ ബീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടാമത് നമ്മളിട്ട ബീഡ് ഈ രീതിയിലൊന്ന് പിടിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡിലുള്ള നീഡിൽ നമ്മൾ ഒരു റെഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ രണ്ടാമതിട്ട ബീഡിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് പാസ് ചെയ്തെടുത്തിട്ട് നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും ത്രെഡ് 2 സൈഡിലേക്ക് വലിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടുക. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ത്രെഡ് ഫുള്ളായിട്ട് ബീഡ്സ് കോർത്തെടുക്കാം. നമുക്ക് എത്ര ലെങ്ത്തിൽ വേണോ ബ്രേസ്ലെറ്റ് അത്ര ലെങ്ത്തിൽ നമ്മൾ ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇത്രയും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും എൻഡിൽ കിടക്കുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ ആ സൈഡിലുള്ള ത്രെഡിൽ 2 റെഡ് ബീഡ് ഇട്ട് കൊടുക്കാം. ഇനി റൈറ്റ് സൈഡിലുള്ള നീഡിൽ നമുക്ക് ഒരു ബ്ലൂ കളർ ബീഡും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ നീഡിൽ ഇവിടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ബീഡുണ്ടല്ലോ, രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുത്ത ബീഡുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടി ഈ നീഡിൽ ഒരു ബീഡ് ഇട്ടേക്കണ നീഡിൽ ഇതുപോലെ ഒന്ന് പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ നീഡിൽ അപ്പം തന്നെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റിൽ ഉണ്ടായിരുന്നത് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുക. കണ്ടോ, ഇപ്പോൾ ഏറ്റവും എൻഡിൽ കിടക്കുന്നത് 2 റെഡ് ബീഡാണ്. അപ്പോൾ ഇനി നമ്മൾ ആ സൈഡിലേക്ക് 2 ബ്ലൂ ബീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള നീഡിൽ ഒരു റെഡ് ബീഡ് ഇട്ട് കൊടുക്കാം. ത്രെഡ് ഈ രീതിയിൽ പിടിക്കുക. എന്നിട്ട് അടുത്ത നീഡിൽ എടുത്തിട്ട് ഇതിലേക്ക് ഒരു റെഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നീഡിൽ ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിലുണ്ടായ നീഡിൽ നമ്മൾ റൈറ്റ് ഹാൻഡിലേക്ക് പിടിച്ചിട്ട് 2 സൈഡിലേക്കും ത്രെഡ് ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഒരു 2-3 തവണ നമ്മളിത് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോൾ വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ എൻഡിൽ 2 ബ്ലൂ ബീഡാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ആ സൈഡിലേക്ക് 2 റെഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബീഡ് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് അടുത്ത നീഡിൽ ഒരു ബ്ലൂ ബീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ നീഡിൽ ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ ഉണ്ടായ
നീഡിൽ നമ്മൾ റൈറ്റ് ഹാൻഡിലേക്ക് പിടിച്ചിട്ട് ഇതുപോലെ ത്രെഡ് വലിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിത് ഫുള്ളായിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എത്ര ലെങ്ത്തിൽ വേണോ അത്ര ലെങ്ത്തിൽ നമ്മൾ ബ്രേസ്ലെറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടോ, ഇത്രയും ലെങ്ത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ജസ്റ്റ് കൈമ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ, ഇനി നമ്മൾ ഹുക്കും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഫിറ്റ് ആയിക്കോളും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ നമ്മൾ ക്ലാസ് ബുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ക്ലാസ് ബുക്കിൻ്റെ താഴെ ചെറിയൊരു ഹോളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സൈഡിലെ ത്രെഡ് പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്ത സൈഡിലെ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട ബീഡിൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം ഈ ഹുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം ഇതുപോലെ നല്ല ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 പ്രാവശ്യം കൂടെ നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കാം. ടൈറ്റായിട്ട് നോട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ത്രെഡ് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഒരു ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ. നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാനിത് കൈമെന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിലുള്ള ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കുക. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിൽ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ ചാനലിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വേറെയും വീഡിയോസ് ഉണ്ട്, അതെല്ലാം കണ്ടു നോക്കാം. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെയും കുക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട്, എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.